ആഷിഖെ, സജി ചെറിയാൻ വീണ്ടും മറ്റൊരു വിവാദ പ്രസ്താവനയുമായിട്ട് വന്നിരിക്കുകയാണ്. നമുക്കറിയാം സജി ചെറിയാന്റെ ഇതിനു മുമ്പിട്ടുള്ള പ്രസംഗം നമ്മുടെ ഭരണഘടന കുന്തവും കൊടച്ചക്രവുമാണ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന വളരെ വലിയ രീതിയിൽ വിവാദമായ ഒരു വിഷയമാണ്. അതിനെ വീണ്ടും ന്യായീകരിച്ചുകൊണ്ട് അദ്ദേഹം രംഗത്ത് വരികയാണ്. യഥാർത്ഥത്തിൽ എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം വീണ്ടും വീണ്ടും ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് വരുന്നത്? പൊതുവെ ഇന്ത്യൻ ഭരണഘടനയെയും അല്ലെങ്കിൽ ഇന്ത്യ എന്ന രാജ്യത്തെയും മതേതരത്വമായ രാജ്യത്തെയും അംഗീകരിക്കാൻ സാധിക്കാത്തവരാണ് ഇതുപോലെ ഖേദപ്രകടനമില്ലാതെ ന്യായീകരണവുമായി എത്തുന്നത്. അത് സാധാരണ കാണുന്നത് BJP അല്ലെങ്കിൽ അതുപോലുള്ള വർഗീയ സംഘടനകളിൽ നിന്നുമാണ്. പക്ഷെ ഇത് സാധാരണപ്പെട്ടവന്റെ അല്ലെങ്കിൽ തൊഴിലാളികളുടെ ഒപ്പം നിൽക്കുന്ന താഴെത്തട്ടിൽ നിന്നും വളർന്നു വന്ന പാർട്ടിയായ CPM എന്ന പാർട്ടിയുടെ സമുന്നത നേതാവായ അല്ലെങ്കിൽ മുൻ മന്ത്രി കൂടിയായ സജി ചെറിയാനിൽ നിന്നാണ് ഇതുപോലൊരു ന്യായീകരണം വരുന്നത്. അതായത് ഇതിന്റെ കേസിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് 2022 അന്ന് സജി ചെറിയാൻ മന്ത്രിയായിരുന്നു. മല്ലപ്പള്ളിയിൽ നടത്തിയ ഒരു പാർട്ടി പരിപാടിക്കിടയിലാണ് ഇതുപോലൊരു ഭരണഘടനയെ അവഹേളിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രസ്താവന ഇറക്കുന്നത്. അതായത് വളരെ മനോഹരമായ ഒരു കാര്യമാണ് നമ്മുടെ ഭരണഘടന. അതിൽ ബ്രിട്ടീഷുകാരൻ പറഞ്ഞു കൊടുത്ത് ഒരു ഇന്ത്യക്കാരൻ എഴുതി വെച്ച കുറച്ച് കാര്യങ്ങളാണ് ആ ഒരു ഭരണഘടനയിൽ ഉള്ളത്. അതുമാത്രമല്ല, ഒരു ജനങ്ങളെ കൊള്ളയടിക്കാൻ പറ്റിയ കാര്യങ്ങളെല്ലാം ഈ ഒരു ഭരണഘടനയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും മതേതരത്വം ജനാധിപത്യം പോലെയുള്ള കുന്തവും കുടച്ചക്രവും പോലുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഭരണഘടനയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇങ്ങനെ പോകുന്നു സജി ചെറിയാന്റെ പരാമർശങ്ങളെല്ലാം. ശരിക്കും ഭരണഘടനയെ മുൻനിർത്തിയാണ് ജനപ്രതിനിധികൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നതും അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റത്തിൽ ഇങ്ങനെ വർക്ക് ചെയ്തു പോകുന്നതും. ആരാണ് ഭരണഘടന അല്ലെങ്കിൽ ഭരണഘടന എഴുതിയത് ആരെന്നും അല്ലെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരെന്നും സജി ചെറിയാൻ മാത്രമല്ല നമുക്ക് എല്ലാവർക്കും അറിയുന്ന പൊതുവായിട്ടുള്ളൊരു കാര്യമാണ്. അതിൽ ചെറിയ ക്രെഡിറ്റ്സ് അല്ലെങ്കിൽ ചെറിയ കടമെടുപ്പ് കാര്യങ്ങളും എല്ലാം ഈ ഒരു ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടുള്ള ഒരു ഇന്ത്യ എന്ന രാജ്യത്തെ ഒരു പൂർണ്ണമായ ഒരു സ്ട്രക്ചർ കൊണ്ടുപോകുന്ന കാര്യങ്ങളെല്ലാമാണ് ഈ ഒരു ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ രാജ്യത്ത് തൊഴിലാളികൾക്ക് സമരം ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം ഭരണഘടനയിൽ കൊടുക്കുന്നില്ല. അതുമാത്രമല്ല, വിവിധ കോടതികളെയും സജി ചെറിയാൻ എന്ന ആ ഒരു പ്രസംഗത്തിൽ വിമർശിച്ചിരുന്നു. ഇതെല്ലാം ഈ ഒരു ഭരണഘടനാ വിരുദ്ധമാണ്. അതുപോലെ തന്നെ ഈ ഒരു ഭരണഘടന സത്യം ചെയ്ത് അധികാരത്തിൽ കയറിയ ഒരു ജനപ്രതിനിധിക്ക് അല്ലെങ്കിൽ ഈ ഒരു നിയമസഭാംഗത്തിന് അല്ലെങ്കിൽ ഈ അധികാരത്തിലിരിക്കുന്ന മന്ത്രിക്ക് അദ്ദേഹത്തിന്റെ പദവിയിൽ ഇരിക്കാൻ പോലും യോഗ്യമല്ലാത്ത രീതിയിലുള്ള പ്രസ്താവനകളായിരുന്നു. അതേ തുടർന്ന് അദ്ദേഹം സ്ഥാനഭ്രഷ്ട ആകുന്നു, മന്ത്രിസ്ഥാനം പോകുന്നു. അങ്ങനെ കുറച്ചു കാലം പുറത്തിരിക്കേണ്ടി വരുന്നു. കൂടാതെ തിരുവല്ല കോടതിയിൽ ഇതുപോലെ ഒരു കേസിന്റെ കാര്യം ഒരു അന്വേഷണം പൂർത്തിയാക്കിയതായ റിപ്പോർട്ട് സമർപ്പിച്ചതിന് പിന്നാലെ കുറച്ച് മാസങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം സജി ചെറിയാൻ തിരികെ അധികാരത്തിൽ കയറുകയാണ്. ആ ഒരു സമയത്ത് പോലും ഈ ഭരണഘടനയെ അവഹേളിച്ചല്ലോ അല്ലെങ്കിൽ ആക്ഷേപിച്ചതിലും ഒരു ഖേദപ്രകടനവും കാര്യങ്ങളൊന്നും ഈ സജി ചെറിയാനിൽ നിന്നും ഉണ്ടാവുന്നില്ല. അതേപോലെയാണ് ഇപ്പോൾ താൻ പറഞ്ഞതെല്ലാം ന്യായീകരിച്ച് ഇപ്പോൾ സജി ചെറിയാൻ രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് അതൊരു പാർട്ടി പരിപാടി മാത്രമായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞത് ശരിയായിട്ടുള്ള കാര്യം എല്ലാമാണ്. പക്ഷെ ആ ഒരു കൂട്ടത്തിൽ മുറ്റുകാരനുണ്ടായിരുന്നു. ഞാനൊരു വക്കീലാണ്, എനിക്ക് ഈ കാര്യങ്ങളെല്ലാം അറിയാം. ഈ നിയമങ്ങളെല്ലാം പഠിച്ചിട്ടുള്ള എനിക്ക് ഈ പറഞ്ഞതൊന്നും തെറ്റായിട്ട് തോന്നുന്നില്ല. ഇങ്ങനെ പോകുന്നു സജി ചെറിയാൻ പറഞ്ഞ കാര്യങ്ങൾ. ഇതെല്ലാം കൊണ്ടും ഇതൊരു ന്യായീകരണത്തിൽ പെടുന്ന കാര്യങ്ങളല്ല. വെറും മുട്ടാപ്പോക്ക് ന്യായം അല്ലെങ്കിൽ ഈ ഒരു ഭരണഘടന അല്ലെങ്കിൽ ഇന്ത്യ എന്ന രാജ്യത്തെ അംഗീകരിക്കാൻ കഴിയാത്ത ഒരു ഫ്യൂഡൽ വ്യവസ്ഥിതിയുടെ ഒരു ഭാഗമായിട്ടുള്ള ഒരു അംഗത്തിന്റെ വെറും ജൽപ്പനങ്ങൾ മാത്രമാണ് സജി ചെറിയാന്റെ ഏറ്റവും അവസാനമായി പുറത്തു വന്ന ഈ ന്യായീകരണങ്ങൾ. അല്ല, ഇതിനകത്ത് മറ്റൊരു കാര്യമുണ്ട്. ഇപ്പോൾ CPM-നെ സംബന്ധിച്ച് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എത്ര വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്നുള്ളൊരു ബോധ്യം വരുന്നത്. സ്വാതന്ത്ര്യദിന ചടങ്ങില് എന്നാണ് CPM കൊടി ഉയർത്താൻ തുടങ്ങിയത് എന്നുള്ള ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരുമ്പോഴാണ് വീണ്ടും വീണ്ടും ഇത് ചർച്ചയാവുന്നത്. അതായത് കഴിഞ്ഞ 2-3 കൊല്ലം മുമ്പ് വരെ കരിങ്കൊടി ഉയർത്തിയിരുന്ന ആളുകളാണ് ഞങ്ങൾക്ക് ഇപ്പോഴും സ്വാതന്ത്ര്യം ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്വാതന്ത്ര്യ ദിനത്തിൽ കരിങ്കൊടി ഉയർത്തിയിരുന്ന സംഘടനയുടെ പേര് CPM എന്ന് തന്നെയായിരുന്നു. അപ്പോ ആ CPM-ന്റെ പ്രവർത്തകരിൽ നിന്ന് അല്ലെങ്കിൽ നേതാക്കന്മാരിൽ നിന്ന് ഇതിലും വലിയ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതപ്പെടാനില്ല എന്ന് പറയുന്നതാണ്. അപ്പൊ സജി ചെറിയാനെ സംബന്ധിച്ച് നമുക്കറിയാവുന്ന ഒരു വിഷയമാണ് അദ്ദേഹം നടത്തിയ പ്രസ്താവന. അതിന്റെ പേരിൽ അദ്ദേഹം കൃത്യമായിട്ട് അദ്ദേഹത്തിന് രാഷ്ട്രീയപരമായിട്ട് അദ്ദേഹത്തിന് വലിയ
പരാജയം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് എന്ന് അറിയാമെങ്കിൽ പോലും വീണ്ടും വീണ്ടും ന്യായീകരിക്കുകയാണ്. ഒരു ക്ഷമ പറഞ്ഞാൽ തീരാവുന്ന, അല്ലെങ്കിൽ ഒന്ന് യു ടേൺ എടുത്താൽ തീരാവുന്ന വിഷയമേ ഉള്ളൂ. പക്ഷേ CPM-നെ സംബന്ധിച്ചാണെങ്കിലും CPM-ന്റെ ഉള്ളിലെ നേതാക്കന്മാരെ സംബന്ധിച്ചാണെങ്കിലും യു ടേൺ എടുക്കാൻ വലിയ പാടാണ്. ഒന്ന് തിരുത്തി കഴിഞ്ഞാൽ തങ്ങൾ എന്തോ നഷ്ടപ്പെട്ട ആളുകളാണ്, തങ്ങൾ എന്തോ മോശപ്പെട്ടവരാണ്, ജനങ്ങളുടെ മുൻപിൽ തങ്ങൾക്ക് വിലയില്ലാത്തവരായി മാറും. ഈ ഒരു സ്റ്റേറ്റ്മെന്റിലാണ് ഇപ്പോഴും CPM-ഉം CPM-ന്റെ നേതാക്കന്മാരും പോകുന്നത്. അല്ലെങ്കിൽ താൻ പറഞ്ഞത് തെറ്റാണ്, താൻ അന്ന് ഉദ്ദേശിച്ചതായിരുന്നില്ല, പക്ഷെ അന്ന് ഇങ്ങനെ വന്നതുകൊണ്ട് ജനങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഭരണഘടനയെ സാക്ഷി നിർത്തിക്കൊണ്ട്, ഭരണഘടനയുടെ മുകളിൽ കൈവച്ചുകൊണ്ടാണ് പലരും സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ആ ഭരണഘടനയാണ് അവഹേളിച്ചത്. ഭരണഘടന എന്ന് പറയുമ്പോൾ അത് കേരളത്തിന്റെ മാത്രമല്ലല്ലോ, ഇന്ത്യയുടെ ആത്മാവാണത്. ഇന്ന് കാണുന്ന ഇന്ത്യയെ രൂപപ്പെടുത്താൻ ഇന്ന് ഞാനും ആഷിക്കും ഇവിടുന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ, നമുക്ക് സ്വാതന്ത്ര്യത്തോടെ ഇരുന്ന് സംസാരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, ജനങ്ങൾക്കത് സ്വാതന്ത്ര്യത്തോടെ കേൾക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, മാധ്യമ സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ, സംസാര സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ, വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ, ചോദ്യം ചോദിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ, ഈ രാജ്യത്തിന് ആ സ്വാതന്ത്ര്യങ്ങൾ നേടിത്തന്നത് ഈ ഭരണഘടന ഉയർത്തിപ്പിടിച്ചതുകൊണ്ട് തന്നെയാണ്. ഈ ഭരണ സംവിധാനത്തെ നമ്മൾ ചോദ്യം ചെയ്യണം എന്നുള്ള ബോധ്യം നമുക്ക് തരുന്നത് എവിടെ നിന്നാണ്? ഈ ഭരണഘടനയിൽ നിന്നാണ്. ആ ഒരു ഭരണഘടനയാണ് കുന്തവും കുടച്ചക്രവുമായിട്ട് അന്ന് സജി ചെറിയാൻ പ്രസംഗിച്ചതും ഇന്ന് ആ പ്രസംഗത്തെ ന്യായീകരിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നതും അതിന്റെ എല്ലാം പരിണിത ഫലങ്ങളാണ്. ഇന്നും സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിലാണ് തങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുള്ളത്. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്തോ വലിയ സമരം നടത്തി നേടിയെടുക്കേണ്ടതാണ്. ഇപ്പോ CPM-നെ സംബന്ധിച്ച് നമുക്കറിയാലോ, അവരെ സംബന്ധിച്ച് വിപ്ലവ സായുജ്യ സമരങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ സ്വാതന്ത്ര്യം കിട്ടൂ. അല്ലാതെ ബ്രിട്ടീഷുകാർ തന്നിട്ട് പോയ സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് ആരും തന്നിട്ട് പോകുന്ന സ്വാതന്ത്ര്യം ഒന്നും വേണ്ട. ഞങ്ങള് സായുജ്യ വിപ്ലവം നടത്തി വലിയ രക്തസാക്ഷികൾ ഉണ്ടാക്കി ഞങ്ങൾ നേടിയെടുക്കുന്ന സ്വാതന്ത്ര്യം മാത്രം മതി ഞങ്ങൾക്ക്. അല്ലാതെ കോൺഗ്രസ്സുകാര് കൊണ്ടുതന്ന സമരവും അല്ലെങ്കിൽ സത്യാഗ്രഹവും നമുക്ക് വേണ്ട, അത് നമുക്ക് വേണ്ടത് കാര്യമല്ല. അപ്പോ ഇതാണ് ഇവരുടെ ചിന്ത. സായുജ്യ വിപ്ലവത്തിലൂടെ നേടിയെടുക്കുന്നത് മാത്രമാണ് സ്വാതന്ത്ര്യം. സായുജ്യ വിപ്ലവത്തിലൂടെയാണ് ഭരണഘടന ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഇന്നതിനെ മഹത്വവൽക്കരിച്ച് കണ്ടേനെ. തീർച്ചയായും സായുജ്യ വിപ്ലവത്തിനപ്പുറത്തേക്ക് വലിയ വിപ്ലവങ്ങൾ നടത്തി വലിയ ജനാധിപത്യ പ്രക്രിയയിലൂടെയാണ് ഇന്ന് കാണുന്ന ഭാരതം അല്ലെങ്കിൽ ഇന്ത്യ ഉണ്ടായിട്ടുള്ളത് എന്നുള്ള ബോധ്യമില്ലാത്തതിന്റെ ഏറ്റവും വലിയ വിഷയമാണ് സജി ചെറിയാനെ പോലുള്ള ആളുകളുടെ വായിൽ നിന്നും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വീഴുന്നത്. അത് മാത്രമല്ല, സജി ചെറിയാൻ പറയുന്ന മറ്റൊരു വാക്ക് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് എന്താ പറയാ, കാവ്യാത്മകമായിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ ഭാഷാപരമായിട്ടുള്ള, അതെ, ഒരുപാട് ഭാഷാപരമായുള്ള പ്രയോഗങ്ങൾ എനിക്കറിയില്ല. ഞാനൊരു നാട്ടുംപുറത്തുകാരനാണ്. ഈ നാട്ടുംപുറത്തുകാരൻ, അതായത് നാടൻ പ്രയോഗങ്ങൾ പറയുന്ന മറ്റൊരു നാട്ടുകാരനെ അല്ലെങ്കിൽ നാടൻ പ്രയോഗം നടത്തുന്ന ഒരാളെ നമുക്കറിയാം. ആരാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ മണിയാശാന്റെ നാടൻ പ്രയോഗം കൊണ്ട് പൊറുതിമുട്ടിയ കുറച്ച് ജനങ്ങൾ നമ്മുടെ ഇടുക്കിയിലോ അല്ലെങ്കിൽ വണ്ടിപ്പെരിയാർ ഭാഗത്തുണ്ട്. അദ്ദേഹത്തിന്റെ ആശാന്റെ ഒറ്റ നാടൻ പ്രയോഗത്തിലാണ് എനിക്ക് തോന്നുന്നു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വലിയൊരു തോൽവി ഉണ്ടായൊരു സാഹചര്യം. തോൽവിക്ക് ശേഷം, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം ഇന്ന് കാണുന്ന ഈ 100 എന്ന് പറയുന്ന സംഖ്യ ഉണ്ടാക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ വേറെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോ ഒരു നേതാവ് കൊണ്ടോ അല്ലെങ്കിൽ ജനങ്ങൾ ഒന്നിച്ച് വിചാരിച്ചുകൊണ്ടോ മാത്രമല്ല, പല പല വിഷയങ്ങൾ. അതിലൊരു വിഷയം ഇതായിരുന്നു. മണിയാശാൻ എന്ന് പറയുന്ന കേരളത്തിലെ അറിയപ്പെടുന്ന നേതാവിന്റെ നാടൻ ഭാഷ, അതായത് ക്ഷേമ പെൻഷൻ കിറ്റ് വാങ്ങി നക്കിയിട്ടല്ലേടാ പോയത്, എന്നിട്ട് തിരിച്ച് വോട്ട് കുത്തിയല്ലോ, നിനക്കൊക്കെ പെൻഷൻ തന്നെ ഞങ്ങളെ പറയാൻ മതിയല്ലോ, ഈ രീതിയിലുള്ള അതേ സംസാരം. അത് മാത്രമല്ല, മറ്റൊരു സീരിയസ് ആയിട്ടുള്ള ഒരു പരാമർശവും സജി ചെറിയാനിൽ നിന്ന് വന്നിട്ടുണ്ട്. അതായത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം സജി ചെറിയാൻ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അതായത് വർഗീയ ധ്രുവീകരണം നടന്നതിന് ഏറ്റവും ഉദാഹരണം കാണണമെങ്കിൽ കാസർഗോഡ് അല്ലെങ്കിൽ മലപ്പുറം പോലുള്ള ജില്ലകളിലെ സ്ഥാനാർത്ഥികൾ ജയിച്ചതിൻ്റെ അവരുടെ പേരുകൾ നോക്കിയാൽ മതി. ആ ജയിച്ച സ്ഥാനാർത്ഥികളുടെ പേര് നോക്കിയാൽ മതി വർഗീയ ധ്രുവീകരണം നടന്നു എന്നതിൻ്റെ പൂർണ്ണമായ ഉദാഹരണം കാണാമെന്നുള്ള ഒരു പരാമർശവും ഈ സജി ചെറിയാൻ നടത്തിയിട്ടുണ്ട്. പച്ച മലയാളത്തിൽ വർഗീയത എന്ന് പറയും. ഇദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന സഹമന്ത്രിമാരും, അത് മാത്രമല്ല തലപ്പത്തുണ്ടായിരുന്ന മുഖ്യമന്ത്രി പോലും ഒരു അക്ഷരം പോലും ഇദ്ദേഹത്തിനെതിരെ ഈ ഒരു ചോദ്യത്തിന് അല്ലെങ്കിൽ ഈ ഒരു പരാമർശത്തിനെതിരെ ചോദ്യം ചോദിക്കുക അല്ലെങ്കിൽ തിരുത്തണമെന്ന് ആവശ്യപ്പെടുകയോ ചെയ്തിട്ടില്ല. തുടർന്ന് ഈ ഒരു
പരാമർശത്തിന്റെ പേരിൽ ചെങ്ങന്നൂരും അല്ലെങ്കിൽ ആ സമീപ പ്രദേശങ്ങളിൽ തിരിച്ചടി ഉണ്ടാവും എന്നുള്ള ഒരു ബോധ്യം വന്നപ്പോൾ 3-ാമത്തെ ദിവസമാണ് ഈ ഒരു പ്രസ്താവനയിൽ ഒരു എന്താ പറയുക ഒരു മാപ്പ് പറഞ്ഞത്, അല്ലെങ്കിൽ ഇതൊന്ന് തിരുത്താൻ തയ്യാറായത്. അത് തിരുത്തിയത് തന്നെ തന്റെ പ്രസ്താവനകൾ വളച്ചൊടിച്ചു എന്ന രീതിയിൽ ഒന്ന് മാറ്റി കുറിച്ചാണ് ആ ഒരു മാപ്പപേക്ഷ അദ്ദേഹം അവിടെ പറഞ്ഞത്. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാവും ശരിക്കും ആരാണ് സജി ചെറിയാൻ, അല്ലെങ്കിൽ എന്താണ് സജി ചെറിയാന്റെ ശരിക്കുള്ള ഒരു മുഖം എന്താണെന്ന്.